ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി ജെന്യൂനായിട്ടാണോ നിങ്ങളെ പ്രണയിച്ചിരുന്നത്, അവരുടെ മനസ്സിൽ എന്താണ് ഉദ്ദേശം, അവർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെയുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതെപ്പോൾ കണ്ടാലും നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാവുന്നത് മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് എന്നാണ് കാണുന്നത്. അതായത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ് എന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കാണുന്ന സമയത്ത് തന്നെ മുൻപേ അറിയാവുന്ന ഒരു വ്യക്തിയുടെ ഫീൽ കിട്ടിയിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ഈ വ്യക്തിയെ കാണുമ്പോൾ സാധാരണ ഫസ്റ്റിൽ കണ്ട ഒരു ഫീൽ ആയിരിക്കില്ല. തുടക്കത്തിൽ നിങ്ങൾ കാണുന്ന സമയത്ത് തന്നെ ആദ്യമായിട്ട് കണ്ടൊരു ഫീലല്ല രണ്ടുപേർക്കും തോന്നിയിട്ടില്ല. മുൻപ് എപ്പോഴോ കണ്ട ഒരു മുഖം പോലെ, അതായത് മുമ്പെപ്പോഴോ കാണുന്ന, ആദ്യമായിട്ടല്ല നിങ്ങളുടെ കണക്ഷൻ എന്ന ഫീല് വരും. എന്നുമുള്ള ഒരു ഫീല് വരും. സ്റ്റാർട്ടിങ്ങിൽ കാണുമ്പോൾ പോലും ഇത് ഫസ്റ്റ് ടൈം എന്ന് അനുഭവപ്പെടാതെ മുമ്പേ കണ്ട ഒരു ശീലം അല്ലെങ്കിൽ മുമ്പേ കണ്ട ഒരു പരിചയം പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അങ്ങനെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ കണ്ടപ്പോൾ ഫീൽ ചെയ്തത് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഭയങ്കര അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്. ആ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളെ കണ്ട സമയത്തും നല്ല ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ കാണുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ വ്യക്തിയുടെ മനസ്സിൽ കുറേ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നിങ്ങൾ സ്നേഹിച്ചിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളെ കൺട്രോൾ ചെയ്തിരുന്നു. അപ്പം അങ്ങനെയുള്ള അതൊക്കെ ഇപ്പോൾ ഈ വ്യക്തി പൂർണ്ണമായിട്ടും അതൊക്കെ വിട്ടുകളയാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ കൺട്രോൾ എന്നുവെച്ചാൽ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ സെപ്പറേഷൻ ആണെങ്കിൽ തന്നെ ഈ വ്യക്തി നിങ്ങളെ കൺട്രോൾ ചെയ്യാറുണ്ടെന്നാണ് കാണിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിക്ക് കുറേ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവർ വിട്ടുകളയാൻ തീരുമാനിച്ചിരിക്കുന്നു. അതായത് നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്തുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. അപ്പോൾ അതിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ചേഞ്ച് വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി ആയിരിക്കും ഇതിന് കാരണം. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതായത് ഈ വ്യക്തിക്ക് അറിയാം നിങ്ങളെ കൺട്രോൾ ചെയ്തിട്ടുണ്ട് ഈ വ്യക്തി. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറിയത്, അതായത് ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരു മാറ്റം വന്നിട്ടുണ്ട് അതിൽ നിന്നൊക്കെ. പക്ഷേ ഇവിടെ നിങ്ങളെ രണ്ടുപേർക്കും അറിയാവുന്ന ഒരു വ്യക്തിയായിട്ടും ഇവിടെ കാണുന്നുണ്ട്, തേർഡ് പാർട്ടി ആയിട്ട് കേട്ടോ. ഇവിടെ ഒരു ചതി നടന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഒരു ചതി, വഞ്ചന ഈ ഒരു ബന്ധത്തിൽ നടന്നിട്ടുണ്ട്. അത് ചില സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ വേറൊരു വ്യക്തിയായിരിക്കാം ഇതിന് കാരണം. ഇങ്ങനെ ഒരു സംഭവം നടക്കാനായിട്ട് മറ്റേതോ വ്യക്തി ഇതിൽ കളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. അതായത് നിങ്ങളെ അതായത് നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കാം നിങ്ങൾക്കിടയിൽ അവർ മാസ്ക് ഇട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം യഥാർത്ഥത്തിൽ അവർ നിങ്ങളെ വഞ്ചിക്കുകയാണെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ വ്യക്തി സാധാരണയായിട്ട് നിങ്ങളുടെ കണക്ഷനിലുള്ളപ്പോൾ തന്നെ ഈ വ്യക്തി വേണ്ട ഒരു പരിഗണന, സ്നേഹം ഇതൊന്നും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല. എന്നാൽ അവർ ചില സാഹചര്യത്തിൽ ഈഗോ കാരണമായിരിക്കാം. ചില സമയത്ത് നിങ്ങൾക്ക് എന്നും ഈ വ്യക്തി ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പം അത് നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയുടെ റൊമാൻസ്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ സ്നേഹം, അവരുടെ പരിഗണന. നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങളുടെ വ്യക്തിയുടെ ആ കുസൃതി കളിയും, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. അവരുടെ എന്താ പറയുക, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ
ഇപ്പോൾ വരണമെന്നൊക്കെ നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോഴുണ്ട്. എന്ന് വെച്ചാൽ അതുപോലെ നിങ്ങളെ അവർ പരിഗണിച്ചില്ല, അല്ലെങ്കിൽ അതാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് വേണ്ടത് പണമോ മറ്റൊന്നുമല്ല, നിങ്ങളുടെ വ്യക്തിയുടെ യഥാർത്ഥ സ്നേഹമാണ് നിങ്ങൾക്ക് വേണ്ടത്. അത് പലപ്പോഴും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായിരിക്കാം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും കൂടുതൽ അവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു സ്നേഹം അവർ പ്രകടിപ്പിക്കണം എന്നായിരിക്കാം നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. നിങ്ങളോട് ഒത്തിരി സ്നേഹം പ്രകടിപ്പിക്കണം, ഒരുപാട് നിങ്ങളെ കൊഞ്ചിക്കണം എന്നൊക്കെ ഇത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ വ്യക്തി. കാരണം അത്രത്തോളം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നതുകൊണ്ടും പലപ്പോഴും നിങ്ങളുടെ വ്യക്തി അതൊക്കെ നിങ്ങളിൽ നിന്നും മറന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആദ്യമൊക്കെ അങ്ങനെ പ്രകടിപ്പിച്ചിട്ടുണ്ടാവാം. നിങ്ങളെ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കും, നിങ്ങളെ ഭയങ്കരമായിട്ട് ലാളിക്കും, നിങ്ങളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യും. പിന്നീട് അതൊക്കെ ഇല്ലാണ്ടായിട്ടുണ്ടാവും. വീണ്ടും നിങ്ങളതൊക്കെ ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് അതൊക്കെ അറിയാം, നിങ്ങളൊത്തിരി ഇതൊക്കെ നിങ്ങൾക്ക് വേണം, നിങ്ങൾക്കിതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്, നിങ്ങൾ സ്നേഹം അർഹിക്കുന്നവരാണ് എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിക്ക് അറിയാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, ഈ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു സ്നേഹം അത് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കാൻ പോകുന്നു. അതായത് നിങ്ങൾ എന്താണോ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് അത് യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു തരാൻ പോകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നിങ്ങൾ ആഗ്രഹിച്ച ആ വ്യക്തിയുടെ യഥാർത്ഥ സ്നേഹം അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നു. പക്ഷെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ഉണ്ട്, ഒരു ചതി നടന്നിട്ടുണ്ട്. അവർ നിങ്ങളെ സ്നേഹിച്ചത് യഥാർത്ഥത്തിലെങ്കിലും അവിടെ ഒരു ചതി നടന്നിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷെ ആ ഒരു സ്നേഹം ഇപ്പോൾ എന്ത് സെപ്പറേഷൻ പീരീഡിലാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ച് കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു കെമിസ്ട്രി, അപ്പം ആ ഒരു കെമിസ്ട്രി നിങ്ങളടുത്ത് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക്. അപ്പോൾ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ അതുപോലെ നിങ്ങളായി തീരാൻ പോകുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തി തിരിച്ച് വരാൻ പോകുന്ന സമയത്ത് നിങ്ങൾ തുറന്ന് സംസാരിക്കേണ്ട കുറേ കാര്യങ്ങൾ, ഹൃദയം തുറന്ന് സംസാരിക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. മനസ്സിലൊന്നും വെക്കേണ്ട. ഇപ്പോൾ നിങ്ങൾ ഈഗോ ഉള്ള ആൾക്കാരാണെന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. പരസ്പരം ഈഗോ വെച്ച് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അത് കാണിക്കുന്നില്ല. സ്നേഹം ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ പരസ്പരം കൊടുക്കുന്നില്ല. അതായത് ഈ വ്യക്തിക്ക് ഈഗോ ഉള്ള സമയത്ത് അവിടെ നിങ്ങളും കുറച്ച് ഈഗോ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ രണ്ടുപേരും ഭാഗത്ത് ഇവിടെ തെറ്റുണ്ട്. കാരണം പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് സ്നേഹം വേണം എന്ന് വിചാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വ്യക്തി അത് തരുന്നില്ല. എന്നാൽ നിങ്ങളുടെ വ്യക്തി സ്നേഹം വേണോ എന്ന് വിചാരിക്കുന്ന നിങ്ങളും അങ്ങോട്ട് കൊടുക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഇതല്ല, ഇനിയിപ്പോൾ തുറന്ന് വീണ്ടും നിങ്ങളുടെ വ്യക്തി തിരിച്ചെത്തിക്കഴിഞ്ഞാൽ രണ്ടുപേരും തുറന്ന് സംസാരിക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നിങ്ങളുടെ വ്യക്തിയെടുത്ത് നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾക്ക് സ്നേഹം, നിങ്ങളുടെ വ്യക്തിയുടെ ആ ഒരു അവരെ ആ ഒരു കളി തമാശ പോലെയൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്നേഹം, ആ ഒരു കൊഞ്ചൽ, ആ ഒരു പ്രണയം അതൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, നല്ലോണം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും. അത് നിങ്ങൾ തുറന്ന് പറയണം. നിങ്ങളുടെ വ്യക്തിയെടുത്ത് നിങ്ങൾ പറയുന്നില്ല, അത് നിങ്ങൾ മനസ്സിൽ പൂട്ടി വെക്കുന്നുണ്ടാവും. അവർ തരുമ്പോൾ തരട്ടെ, ആ സ്നേഹം നിങ്ങൾക്ക് അത്രയ്ക്കും വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പഴയ സ്നേഹമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇപ്പോഴത്തെ ഒരു സ്നേഹമല്ല. ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി അത് കാണിക്കുന്നില്ല, അത് ഈ വ്യക്തിക്ക് അറിയാം. പക്ഷെ അത് നിങ്ങൾ ഇനി തുറന്ന് പറയണം. വന്ന ശേഷം രണ്ടുപേരും അതെ അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ബ്രേക്കപ്പ് ആയവരോട് പറയാണ്, നിങ്ങൾ ഈ ബന്ധത്തിൽ നിങ്ങൾ വിശ്വാസം വെച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ബന്ധം ശരിയായി വരും. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങൾ വിശ്വസിക്കുക കേട്ടോ. ഇത് തീർച്ചയായിട്ടും ഈ ഒരു ബ്രേക്കപ്പ് മാറിക്കിട്ടും. നിങ്ങളുടെ പ്രണയം തിരിച്ചു വരും. ആ ഒരു കെമിസ്ട്രിയൊക്കെ, ആ ഒരു നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സ്നേഹവും അട്രാക്ഷനും ഫീലിങ്സും എല്ലാം ഇനി നിങ്ങൾക്ക് വീണ്ടെടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ തിരിച്ചു വരാൻ പോവുകയാണ്. നിങ്ങൾ എല്ലാം കൊണ്ടും പഴയ രീതിയിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണെന്നാണ് കാർഡ്സിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് തുറന്ന് സംസാരിക്കണം. നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾ പറയണം. നിങ്ങൾ പരസ്പരം പറയുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്തതിൻ്റെ ഇതാണ് കാണുന്നത്. ഇനി ഇതിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളടുത്ത് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം.
തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങളുമൊത്തൊരു സ്വർഗജീവിതം എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പാരഡൈസ്, അതായത് നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ വ്യക്തി അത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമൊത്ത് നല്ലൊരു ലൈഫ്, ഹാപ്പിനെസ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുമൊത്തൊരു എന്താ പറയുക, ഒരുമിച്ച് ഒരു ജീവിതം, ഒരു യാത്ര ഒക്കെ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു. ഒരു റിയൂണിയൻ, ഒരു നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തന്ന് നല്ല രീതിയിൽ ഈ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതാണ് അവർക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. നിങ്ങൾ തമ്മിൽ വലിയൊരു സപ്രഷൻ നടന്നിട്ടുണ്ട്. വലിയൊരു വേദനാജനകമായ സിറ്റുവേഷനിൽ കൂടിയൊക്കെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതിലൊരു റീബർത്താണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ വ്യക്തിക്ക് പറയാനുള്ളതും. നിങ്ങൾ വിചാരിച്ച ഒരു സ്നേഹം അത് നിങ്ങൾക്ക് തിരിച്ചു തരുന്നു എന്നാണ് ദി ബ്ലൂ ബട്ടർഫ്ലൈസ്. അതായത് ഈ സമയത്ത് ഒരു ചിത്രശലഭത്തെ പോലെ, അതായത് ഒരു ചിത്രശലഭം എങ്ങനെയാണോ അതുപോലെയാണ് ഇനി നിങ്ങളുടെ ജീവിതം മറയാൻ പോകുന്നത് കേട്ടോ. ഒരു കണക്ഷൻ ഇനി അതുപോലെയാണ്. അതായത് നിങ്ങൾ രണ്ടുപേരും ഇനി ഒന്നായി തീരുന്ന സമയത്ത് ഒരുപാട് പേർക്ക് അത് എന്താ പറയുക, ഭയങ്കര അട്രാക്ഷൻ തോന്നും, ഭയങ്കര പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും നല്ലൊരു മാറ്റം വരും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളുടെ വ്യക്തി ഇതുവരെ നിങ്ങളുടെ അടുത്ത് കാണിച്ചത് ഒരു മാസ്ക് പോലെയാണ്. അതായത് ഉള്ളിൽ ഒരുപാട് സ്നേഹം വെച്ച് പുറത്തൊന്നും പ്രകടിപ്പിക്കാത്തതായിട്ട് കാണുന്നുണ്ട്. അപ്പം അവർക്കും അതൊരു വിഷമമുണ്ട്. ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ അതിലൊരു വിഷമമുണ്ട്, ഒരു വേദനയുണ്ട്, ഹാർട്ട് ബ്രോക്കണാണ്, നല്ല വേദനയുണ്ട്. പക്ഷെ ഇപ്പോൾ അതൊക്കെ മാറി നിങ്ങളുമൊത്തൊരു യാത്ര പോകണം. എല്ലാം പറഞ്ഞ് തീർത്ത് ഒരുപാട് നേരം സംസാരിക്കണം. ഓപ്പണായിട്ട് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സംസാരിക്കണം. എന്തൊക്കെയാണോ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ അതൊക്കെ നിങ്ങളെ ഇരുത്തി നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് അതിനൊക്കെ മാറ്റിയെടുക്കണം. വീണ്ടും ഈ ഒരു സ്നേഹബന്ധം സ്ട്രോങ് ലെവലിലേക്ക് എത്തിക്കണം എന്നും നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു സമയം. അതൊക്കെ നിങ്ങളോട് പറയണം. കാരണം ഒരുപാട് നേരം നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനൊക്കെയാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ആഗ്രഹം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോഴുള്ള ഏത് സിറ്റുവേഷനിലാണോ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഉള്ളത്, ആ ഒരു സിറ്റുവേഷനിലാണ് അവർക്കിപ്പോൾ നല്ലൊരു ചേഞ്ച് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായിട്ട് മാത്രം ഇരിക്കുക. നിങ്ങളൊരു പാവക്കുട്ടീനെ പോലെ അവർക്കിപ്പോൾ ഫീൽ ചെയ്യും. കാരണം അതുപോലെയാണ് നിങ്ങൾ ഉണ്ടായിരുന്നത്. അതായത് അവർ എന്താ പറയുക, നിങ്ങളെ അടുത്ത് കിട്ടുന്ന സമയത്ത് അവർക്കൊരു ഫീലിങ്സാണ് എപ്പോഴും. ഒരു പാവക്കുട്ടിനെ പോലെ കൊണ്ടുനടന്ന വ്യക്തിയാണ്. ഒരു പാവക്കുട്ടിനെ എന്നും നമ്മൾ കൊണ്ടുനടക്കുന്ന പോലെ നിങ്ങളെ കൊണ്ടുനടന്നിരുന്നു മനസ്സിലവർ. അപ്പോൾ അതൊക്കെ ഇനി തിരിച്ച് കിട്ടണം. അല്ലെങ്കിൽ അവർക്ക് ഒരു വാശിയാണ് ഇപ്പോൾ നിങ്ങളെ തിരിച്ച് വേണമെന്നുള്ളത്. അവരുടെ ജീവിതത്തിൽ തന്നെ തിരിച്ച് നിങ്ങളെ വേണമെന്നുള്ളത് അവരുടെ ഒരു വാശിയാണ്. അപ്പോൾ അവർ വീണ്ടെടുക്കുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ആ ഒരു വാശി നിങ്ങളുടെ കണക്ഷൻ തന്നെ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്. അതായത് ഇവിടെ അത്രയും വേദനാജനകമായൊരു സിറ്റുവേഷനും ഉണ്ടാവും, അത്രത്തോളം സന്തോഷം ഉണ്ടാവും, അത്രത്തോളം ഹാപ്പിനെസ് ഉണ്ടാവും, അന്ന് അത്രത്തോളം ദുഃഖവും ഉണ്ടാവും. ഈ ഒരു കണക്ഷനാണ് നിങ്ങളുടെ എന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അതാണ് ഭയങ്കര അട്രാക്ഷൻ ഉണ്ട് ഇതിൽ. ഭയങ്കര പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്ന ഒരു കണക്ഷനാണ്. എന്നാൽ അത്രത്തോളം വേദനാജനകമായ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ രണ്ടുപേരും കടന്നു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങൾ ഒരു മാറ്റം, ഒരു ചേഞ്ച് വരാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് കാർഡ്സ് കാണിക്കുന്നത്. ഇത് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ, അവരുടെ സിറ്റുവേഷൻ, ഇതിൽ നിന്നും അവർ ഒരു ചേഞ്ചാണ് ആഗ്രഹിക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് കുറച്ച് ക്ലോസ് എടുത്ത് നോക്കാം, ഡാർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട്. പാലക്കാട്, ചിത്തിര, ലെറ്റർ ഇ ആണ്, ഉത്രം നക്ഷത്രം, ജൂൺ മാസം. ലെറ്റർ എ കണ്ണിന് പ്രത്യേക ഭംഗിയുള്ള ആൾക്കാരായിരിക്കാം. ലെറ്റർ യു ഭരണി നക്ഷത്രം, മാർച്ച് മാസം. ലെറ്റർ സെഡ് ആണ്, 49.
പർപ്പിൾ കളർ. ലെറ്റർ ടി ആണ്. സോഷ്യൽ വർക്കർ ആയിരിക്കാം. അശ്വതി, ഗൾഫ് രാജ്യം, എറണാകുളം, ഫെബ്രുവരി. ലോയർ ആയിരിക്കാം. ലെറ്റർ ഐ, ലെറ്റർ ഡബ്ല്യു, മൂലം, തിരുവനന്തപുരം. ലെറ്റർ എം, ഓഗസ്റ്റ്. ലെറ്റർ വി, രോഹിണി, പൂരം, ഏപ്രിൽ, മെയ്. ലെറ്റർ ബി ആണ്. 41, 19, 24, 7, 15, 42, 35, I1 എന്ന് ഇട്ടിട്ടുണ്ട്. 22, 48. ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു റീഡിങ്ങുമായി വീണ്ടും കാണാം. താങ്ക് യു.